ബിന്ദുവിൻ്റെ ഈ ദുഃഖകരമായ മരണം ഒരു സാധാരണ മരണമല്ല. BJP NDA ഞാനും കാണുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ്, ഒരു കുറ്റകരമായ അനാസ്ഥയുടെ കാരണമാണ്. കുറ്റകരമായ ഒരു അനാസ്ഥേൻ്റെ ഒരു വിക്ടിം ആയിരുന്നു ബിന്ദു. ഇന്നലെ ഈ ബിൽഡിംഗ് കൊളാപ്സ് കഴിഞ്ഞ് 2 മണിക്കൂർ അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ 2 മന്ത്രിമാർ അവിടെ വന്ന് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, ആരും മരിച്ചിട്ടില്ല, പരിക്ക് ആർക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ റെപ്യൂട്ടേഷൻ രക്ഷിക്കാൻ ഈ 2 മന്ത്രിമാർ അവിടെ വന്ന് സാൽവേജും റെസ്ക്യൂ ഓപ്പറേഷനും ഡിലേ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു, ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും BJP NDA ഇന്ന് ബിന്ദുവിൻ്റെ മരണം ഞങ്ങൾ കാണുന്നത് ഒരു ഗൗരവഹത്യ, ഒരു ഓണർ കില്ലിംഗ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് CPM സർക്കാർ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷ്ഠയെ രക്ഷിക്കാൻ ഈ സാൽവേജ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ 3 മണിക്കൂർ ഡിലേ ചെയ്ത കാരണമാണ് ബിന്ദുവിൻ്റെ ഈ ദുഃഖകരമായ മരണം. അതുകൊണ്ട് ഇതൊരു സാധാരണ മരണമല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു ക്രിമിനൽ നെഗ്ലിജൻസിൻ്റെ ഒരു കേസുമാണ്, കുറ്റകരമായ അനാസ്ഥേൻ്റെ ഒരു കേസാണ്. അതിൻ്റെ ഒപ്പം ഞങ്ങൾ കാണുന്നത് ഇതൊരു ഓണർ കില്ലിംഗ്, ഗൗരവഹത്യ, ഒരു ഫെയിലിംഗ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷയെ രക്ഷിക്കാൻ സാൽവേജ് ഓപ്പറേഷന് ഡിലേ ചെയ്ത കാരണം ഒരു സാധാരണ ബിന്ദുവിൻ്റെ മരണം, ദുഃഖകരമായ മരണം. ഇതിന് മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന നെഗ്ലിജൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അസംബ്ലിയിൽ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നു സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞയച്ച കാശ് 50% മാത്രമേ സംസ്ഥാന സർക്കാരിന് സ്പെൻഡ് ചെയ്യാൻ കഴിവുള്ളൂ. അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിന് കാശില്ല. 7000 കോടി 2019 മുതൽ 2025 വരെ നരേന്ദ്രമോദിജി 7000 കോടി നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കേരള സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. 62,000 കോടി സ്പെഷ്യൽ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിൽ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സ്ഥിതി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തെ ഒരു ഉദാഹരണം, ഇന്നലെ ദുഃഖകരമായ ബിന്ദുവിൻ്റെ മരണം. അപ്പോൾ ഇന്ന് BJP പ്രഖ്യാപിക്കുന്നു ബിന്ദുവിൻ്റെ മരണം അങ്ങനെ ഞങ്ങൾ വിടില്ല, ബിന്ദുവിന് നീതി കിട്ടണം. ഈ ക്രിമിനൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി 2 മന്ത്രിമാരുടെ എതിരെ സർക്കാർ കേസ് ഫയൽ ചെയ്യണം. ബിന്ദുവിൻ്റെ ഈ ഗൗരവഹത്യൻ്റെ നീതി ഈ കേസ് വഴി ബിന്ദുവിൻ്റെ കുടുംബങ്ങൾ കിട്ടണം. ഇതുവരെ അത് നടക്കുന്നവരെ BJP NDA സമരത്തിൽ ഇറങ്ങും. ബിന്ദുവിൻ്റെ കുടുംബവും മറ്റെല്ലാവരും സാധാരണക്കാർ, നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ സാറിന് ഒരു സുഖമില്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോവുക, സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഒരു ചികിത്സയാണെങ്കിൽ അവർ യൂറോപ്പും അമേരിക്കയ്ക്ക് പോവുക. സാധാരണക്കാർക്കാണ് ഈ വേണ്ടത് ഈ ഗവൺമെൻറ് ആശുപത്രിയും
അവിടെ നീതി നമുക്ക് ജനങ്ങൾക്ക് അവരുടെ ഒരു ആരോഗ്യ അവകാശം കിട്ടണം എന്ന് BJP NDA മുമ്പോട്ട് വയ്ക്കുന്നു. ഈ ഒരു ഗൗരവഹത്യേൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, ഒരു ക്രിമിനൽ നെഗ്ലിജൻസിൻ്റെ കേസ് 2 മന്ത്രിയെതിരെ ഫയൽ ചെയ്യുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും എന്ന് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു. അത് 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 നിങ്ങൾ കാണും. അത് ഞങ്ങൾ പാർട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ എല്ലാവരും തീരുമാനിച്ച് ഈ ഒരു നീതി നടപ്പിലാക്കാൻ BJP NDA ഇറങ്ങും. ഇതുവരെ ഈ പ്രോപ്പഗാൻഡ കേരള മോഡൽ, ഹെൽത്ത് മോഡൽ എന്ന് പറഞ്ഞ് നടക്കുന്ന സംസ്ഥാന സർക്കാരും ഇവിടെ മാറി മാറി ഭരിച്ച UDFും LDFിൻ്റെ ഫെയിലിയേഴ്സിനെ കുറിച്ച് ജനങ്ങൾ മുമ്പോട്ട് ഞങ്ങൾ വയ്ക്കും. ഇത് ഒരു സാധാരണ മരണമല്ല, ഒരു ക്രിമിനൽ നെഗ്ലിജൻസുമാണ്, ഒരു ഗൗരവഹത്യവുമാണ്.